ആ ശുഹദാക്കളെയും മറമാടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യത്തിലല്ലേ? അത് എത്രയോ ശുഹദാക്കളൊന്നുണ്ടായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേറെ വേദനിപ്പിച്ച ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ ശരീരത്തെ വികൃതമാക്കുന്ന നിലക്ക്, മോശപ്പെടുത്തുന്ന നിലക്ക് കൊന്നുകളഞ്ഞ് പടച്ച റബ്ബിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി കിട്ടിയ ഉഹദ് ശുഹദാക്കൾ അന്ന് കഴിഞ്ഞു പോയില്ലേ? എന്നിട്ടൊരിക്കലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് സഹാബിമാരോട് പറഞ്ഞു, ഓ സഹാബിമാരെ, നിങ്ങൾക്ക് പ്രതിസന്ധി വന്നാൽ ബദർ ശുഹദാക്കളെ വിളിച്ചോ, ഉഹദ് ശുഹദാക്കളെ വിളിച്ചോ, എന്നിട്ടവരോട് പറഞ്ഞോ എന്ന് നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു. ഇല്ല ഇല്ല, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസഘട്ടത്തിലും റബ്ബിനോടല്ലാതെ അവര് ദുആ ചെയ്തിട്ടില്ല, റബ്ബിനോടല്ലാതെ അവര് പ്രാർത്ഥിച്ചിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം. മാത്രല്ല സഹോദരങ്ങളെ, ശുഹദാക്കള്, നിങ്ങളെന്തിനാ ശുഹദാക്കളെ പറ്റി പറയുന്നത്? നിങ്ങൾ ശുഹദാക്കളെ പരിഹസിക്കുന്നവരല്ലേ? നിങ്ങൾ ശുഹദാക്കളെ തള്ളുന്നവരല്ലേ? ഇത് കേൾക്കുന്നവരാരും അങ്ങനെ വിചാരിച്ചു പോകണ്ട. ശുഹദാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ശുഹദാക്കൾ അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയിലാണ്. ശുഹദാക്കളുടെ ആത്മാവുകളതാ പച്ചവർണ്ണത്തിലുള്ള കിളികളുടെ രൂപത്തിലതാ സ്വർഗത്തിലൂടെ പാറിക്കളിക്കുന്നു, സ്വർഗീയ പഴങ്ങൾ ഭക്ഷിക്കുന്നു, സ്വർഗീയ പാനീയങ്ങൾ കുടിക്കുന്നു, സ്വർഗത്തിൽ തൂക്കിയിടപ്പെട്ട സ്വർണം കൊണ്ടുള്ള വിളക്ക് കൂടാരങ്ങളിൽ അവർ ചെന്ന് ചേക്കേറുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ യാഥാർത്ഥ്യം ഒരൊറ്റ മുസ്ലിമും നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ശുഹദാക്കളുടെ ആത്മാക്കൾ സ്വർഗത്തിലെ പച്ചവർണ്ണ കിളികളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ സ്വർഗത്തിലൂടെ പാറിക്കളിക്കുന്നു എന്നതല്ലാതെ ആ ശുഹദാക്കൾ ഒരിക്കലും ഇനി ഭൂമിയിലേക്ക് നമ്മൾ വിളിച്ച് വിളികേട്ട് വരുന്നതല്ല, ഉത്തരം ചെയ്യൂല, അവര് സഹായത്തിന് എത്തൂല. ഇതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്. വെറുതെ പറയുന്നതല്ല. ഈ സമൂഹത്തെ വരെന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ശുഹദാക്കളെ വിളിച്ചോ, വിളിച്ചാ വിളിപ്പുറത്തെത്തും എന്നാണ്. വിളിച്ചാ വിളിപ്പുറത്ത് ശുഹദാക്കളെത്തും. ശുഹദാക്കൾ ഇങ്ങനെ പച്ചക്കുതിരപ്പുറത്ത് പച്ചശാല് പുതച്ചിട്ട് ഇങ്ങനെ ദുൽഫിഖാർ തിളങ്ങുന്ന വാളുമായി അവരിങ്ങനെ ഓടി വരികയാണ് നമ്മളെ രക്ഷിക്കാൻ. വിളിച്ചാ വിളിപ്പുറത്ത് എല്ലാവരും ഹാദിറാണ്. അമ്പിയാക്കൾ ഹാദിറാണ്, ഔലിയാക്കൾ ഹാദിറാണ്, എല്ലാവരും ഹാദിറാണ്. ഹദീറു ഹദീറു അമ്പിയ കുല്ലും ഹാദിറോ, ഹദീറു ഹദീറോ ശുഹദാ കുല്ലും ഹാദിറോ, ഹദീറു ഹദീറോ ഇമ്മജിലിസിൽ ഹദീറു. കുത്തിറാത്തീബ് നടത്തുന്ന ചില ആളുകളില്ലേ, അവരുടെ സ്റ്റേജിലേക്ക് സർവ്വ അമ്പിയാക്കളെയും വിളിക്കുകയാണ്, ശുഹദാക്കളെ വിളിക്കുകയാണ്, ഔലിയാക്കളെ വിളിക്കുകയാണ്. അവരുടെ വിശ്വാസം എന്താണ്? അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും ഒക്കെ നമ്മുടെ മജ്‌ലിസുകളിലേക്ക് അവര് വരുന്നുണ്ട്. അവരെ നമുക്ക് കാണാനാവില്ലെങ്കിലും അവര് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്നു, നമ്മെ സഹായിക്കുന്നു, നമ്മുടെ രോഗം മാറ്റുന്നു, പ്രതിസന്ധികളിൽ നമ്മെ രക്ഷപ്പെടുത്തുന്നു, അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നു, ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നു. ഈ നിലക്ക് ശുഹദാക്കളെ കുറിച്ചുള്ള വിശ്വാസം ഇസ്ലാമാണോ? ഒന്ന് നന്നായി ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ. നിങ്ങൾ പഠിക്കുന്നതൊക്കെ ശരിയാണ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പഠിക്കൂ, നിഷ്പക്ഷമായി കൊണ്ടെന്റെ സഹോദരങ്ങൾ പഠിക്കൂ. ശുഹദാക്കളായ ആളുകൾ നമ്മുടെ വിളി കേട്ടുകൊണ്ട് അവർ ഈ ഭൂമിയിൽ ഇങ്ങോട്ട് അവര് വരുന്നുണ്ടോ? അവർ നമ്മെ സഹായിക്കുന്നുണ്ടോ? കേട്ടോ, ഒരു ചരിത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന സംഭവം. എന്താ സംഭവം? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടന്ന യുദ്ധല്ലേ ഉഹദ്. ആ ഉഹദ് യുദ്ധക്കളത്തിൽ ഷഹീദാവുകയാണ്.
പല സഹാബിമാരും ഷഹീദായല്ലോ. അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവരതാ സ്വർഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചവർണ്ണ കിളികളുടെ ഉള്ളുകളിലായിക്കൊണ്ട് അവരുടെ ആത്മാക്കളെ അല്ലാഹു സന്നിവേശിപ്പിച്ചു. അതേ സ്വർഗീയ നദികളിൽ നിന്നവർ കുടിക്കുന്നു, സ്വർഗീയ പാനീയങ്ങളിൽ നിന്നവർ ഭക്ഷിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും അവിടുത്തെ പാനീയങ്ങളുമൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടിയ ഈ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടില്ലാത്ത ആളുകൾക്കൊന്ന് വിവരം ധരിപ്പിക്കാൻ ആരുണ്ട്? ഇത്ര വലിയ പുണ്യമാണ് ശുഹദാക്കൾക്ക് സ്വർഗത്തിലുള്ളതെന്ന വിവരം ഞങ്ങളോട് വന്നു ചേർന്നിട്ടില്ലാത്ത ഭൂമിയിലുള്ള ആളുകളോട് പറയാൻ ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു പറയുകയാണ്, അതേ നിങ്ങൾക്ക് വേണ്ടി അക്കാര്യം ഞാൻ അവരെ എത്തിക്കുന്നതാണ്, ഞാൻ അവർക്ക് വിവരം കൊടുക്കാം. എന്നിട്ടാണ് ഈ ആയത്ത് പറയുന്നത്, അതേ അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകൾ അവർക്ക് പടച്ച റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങളെ കുറിച്ച് സൂറത്ത് ആലി ഇമ്രാനിലെ ആയത്ത് ആ സന്ദർഭത്തിലാണ് അവതരിപ്പിച്ചത് എന്ന് പല ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിക്കുന്നു. മാത്രമല്ല ആ മഹാന്മാരായ ഷഹീദുകള് ഈ ലോകത്തേക്ക് ഒന്നുകൂടി വരണം എന്നവർ കൊതിക്കുകയാണ്. ശുഹദാക്കളല്ലാത്ത ഒരാളും അതിന് കൊതിക്കൂല. ഈ ഭൂമിയിലേക്ക് ഒന്നുകൂടെ വരണം, പലതവണ ഒന്ന് ദുനിയാവിലേക്ക് വരണമെന്ന് ഷഹീദുകൾ അല്ലാഹുവിനോട് അതേ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എന്തിനാ അവർ ദുനിയാവിലേക്ക് വരാൻ കൊതിക്കുന്നത്? ഇവിടെ സുഖിക്കാനാണോ? ഇവിടെ ഉല്ലസിക്കാനാണോ? അല്ല അല്ല. ശുഹദാക്കൾ അല്ലാഹുവിനോട് ആഗ്രഹം പറയുന്നു, ഞങ്ങൾക്ക് ഭൂമിയിൽ പലതവണ മടങ്ങിപ്പോകണം, യുദ്ധം ചെയ്യണം, അതേ ഷഹീദുകളാകണം, പലവട്ടം ഷഹീദുകളായി പലവട്ടം ആ പുണ്യം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് എത്താമല്ലോ. ആ പൂതിയങ്ങ് അവര് പറയുമ്പോ പടച്ച റബ്ബ് പറയുന്നത്, ഇല്ല ഇല്ല, ഭൂമിയിലേക്ക് ഇനി ഒരൊറ്റ ആത്മാവിനും മടക്കമില്ല. ഒരു റൂഹ് ഇങ്ങോട്ട് മടങ്ങുന്ന പ്രശ്നമല്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയ റൂഹ് ഇനി മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്കല്ലാതെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു രൂപല്ല. ശുഹദാക്കളുടെ ആഗ്രഹം അല്ലാഹു തആല അതല്ല സമ്മതിച്ചിട്ടില്ല. പടച്ച റബ്ബ് അവർക്ക് വേണ്ടി അറിയിക്കേണ്ടത് ലോകത്തോട് അറിയിച്ചു കഴിഞ്ഞു. ശുഹദാക്കളായാൽ മഹ്ശറിൽ സ്വർഗത്തിൽ അത്യുന്നതമായ പദവിയുണ്ട്. ആ ഹദീസ് എന്താ പഠിപ്പിച്ചതെന്നത്? ശുഹദാക്കൾ ഇനി ഇങ്ങോട്ട് വരൂല. എന്നാൽ ഇവര് സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്ന കക്ഷികൾ പറയാണ്, ശുഹദാക്കളെ വിളിച്ചോ, അവർ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തും, നമുക്ക് കാവലാണ്, നമ്മെ രക്ഷിക്കും. അവരിങ്ങനെ ഭൂമിയിലൂടെ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, യോഗം കൂടുകയാണ്, സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്, കോൺഫറൻസ് കൂടുകയാണ്. അവരെ വിളിച്ചിട്ടാ നമ്മുടെ കാര്യങ്ങൾ തേടേണ്ടത്. കണ്ടോ, ഇത് ഇസ്ലാമാ? ചിന്തിക്കും, നിങ്ങൾ നന്നായി ചിന്തിക്കും. ഇത് ഇസ്ലാമാ? ഇതെങ്ങനെ സുന്നത്ത് ജമാഅത്താകും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കുറെ വിശ്വാസങ്ങൾ ശുഹദാക്കളെ പറ്റി വിശ്വസിക്കുക, എന്നിട്ട് ആ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാനാന്നും പറഞ്ഞു പോവുക. എന്നിട്ട് നടത്തുന്നതെന്താ? അപ്പൊ പറയും, നിങ്ങൾക്കെന്താ സിയാറത്ത്? മുജാഹിദേ, നിങ്ങൾക്ക് സിയാറത്തില്ലല്ലോ, ശിർക്കല്ലേ? അല്ല, ഞങ്ങൾ ഖബർ സിയാറത്ത് എതിർക്കുന്നവരല്ല. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ സുന്നത്തായ കാര്യമാണ്. അതേ ഖബറിന്റെ സമീപത്ത് പോവുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും അതേ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും അത് ചെയ്യുമ്പോൾ പടച്ച റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചെങ്കിൽ പരേതാത്മാക്കൾക്ക് അതുകൊണ്ട് കൂലി കിട്ടുന്നു, പ്രാർത്ഥിച്ച നമുക്കും അതുകൊണ്ട് പുണ്യം കിട്ടുന്നു, മരണചിന്ത നമുക്കുണ്ടാകുന്നു, പരലോക ബോധം നമുക്കുണ്ടാകുന്നു. അത് ഖബർ സന്ദർശനത്തിലൂടെ ഇസ്ലാം ലക്ഷ്യമാക്കുന്നു. അതേ അവസരത്തിൽ പുത്തനങ്ങാടി ശുഹദാക്കളുടെ മഖ്ബറ സന്ദർശിക്കാൻ പോകുന്നത് ഈ ലക്ഷ്യത്തിനാണോ? ചിന്തിക്കണം. പുത്തനങ്ങാടി ശുഹദാക്കളുടേതടക്കം ഖബറുകൾ സിയാറത്തിന് പോകുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണോ? ഏത് ലക്ഷ്യം? ശുഹദാക്കളുടെ ഖബർ കണ്ടിട്ട് എനിക്കൊന്ന് മരണബോധമുണ്ടാകട്ടെ, പരലോക ചിന്തയുണ്ടാകട്ടെ എന്ന നിലക്കാണോ സഹോദര സഹോദരി അങ്ങോട്ട് പോകുന്നത്? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാ പ്രശ്നം. എനിക്ക് സഹായം കിട്ടണം, എന്നെ രക്ഷിക്കണം, എനിക്ക് വേണ്ട ആവശ്യങ്ങൾ നിവർത്തിച്ചു തരണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. ഇത് ശരിയായ സിയാറത്തല്ല, ഇത് തെറ്റായ സിയാറത്താണ്.
സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച സിയാറത്തും ഈ സിയാറത്തും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. മാത്രമല്ല ആ ഖബറുകളതാ കെട്ടി ഉയർത്തുന്നു. അതേ കല്ലുകൾ വെച്ച് പടുത്ത് ഒന്നാകെ എത്ര ഉയരത്തിലാണ് മഖാമുകൾ കെട്ടി ഉയർത്തുന്നത്. അതിന്മേൽ തുണി മൂടുന്നു, ആ ഖബറുകളെ മുത്തുന്നു, ആ ഖബറുകളെ തടവുന്നു. ആ ഖബറുകളുടെ ചുറ്റും പല സ്ഥലങ്ങളിലും അതാ തവാഫ് പോലും നടക്കുന്നു. തവാഫ് എന്ന പേര് പറയാതെ യാസീനോദി വട്ടത്തിൽ നടക്കുക എന്ന് പറയുന്നു. നോക്കണം നിങ്ങൾ, തവാഫ് എന്ന് പറയും പേടി. അപ്പൊ എന്ത് പറയാ, ഞങ്ങൾ തവാഫൊന്നും ചെയ്യുന്നില്ല, പിന്നെന്താ യാസീനോദിന്റെ വട്ടത്തിൽ ഇങ്ങനെ നടക്കും. അതന്നെ ഈ തവാഫ്, യാസീനോദി ചുറ്റും നടക്കുക. ഇങ്ങനെ ഒരു പരിപാടിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദരീങ്ങളുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് നിങ്ങൾ ആ ഖബർ മുത്തിക്കോ, അതിന്മേൽ തുണി മൂടിക്കോ, അവിടെ വിളക്ക് കൊളുത്തിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ? പഠിപ്പിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ശുഹദാക്കളെ പറ്റി വിവരം പോലുമില്ല ആളുകൾക്ക്, ആരാന്ന് പോലും അറിയില്ല, ആരാണെന്നറിയില്ല, പേരറിയില്ല. അങ്ങനത്തെ ആളുകളാണ് പലയിടത്തുമുള്ളത്. അപ്പൊ ഈ പുത്തനങ്ങാടി ശുഹദാക്കൾ എന്ന് പറയുന്ന ഈ പരിസരത്തുള്ള മഖാമുകളുണ്ടല്ലോ സഹോദര, ഒന്ന് ആലോചിക്ക്. ഈ പുത്തനങ്ങാടി ശുഹദാക്കൾ എന്ന് പറയുന്ന ഇവിടെയുള്ള ശുഹദാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളുടെ പേര് ആരാ പറഞ്ഞത്? എവിടുന്നാ കിട്ടിയത്? ഈ കാണുന്നത് നൂറ്റാണ്ടുകളുടെ പ്രൗഢിയിൽ പുത്തനങ്ങാടി പള്ളി ഇവിടെ ഇറക്കിയിട്ടുള്ള സോവനീറാണ്. ഈ സോവനീറിൽ തന്നെ പറയുന്നത് എന്താ? ഇതിൽ തന്നെ പറയുന്നത് ഈ ശുഹദാക്കള് 22 ശുഹദാക്കൾ എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ വേറെ ചില മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നത് 14, 7, 21 ശുഹദാക്കൾ എന്നാണ്. ഒരു തീർപ്പ് അവർക്കെന്നല്ല. ചിലർ 14, 7, 21 എന്ന് പറയുന്നത്, ചിലർ 22 എന്ന് പറയുന്നു. ആവട്ടെ, ഏതോ ആകട്ടെ, എന്താ ഇവരുടെ പേര് ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെ ഈ ഈസ, കുഞ്ഞിപ്പോക്കരി, ബീരാന് എന്നൊക്കെ കിട്ടിയതെങ്ങനെ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതെ, ഈ പുസ്തകത്തിൽ എഴുതുകയാണ്, വളരെ കൃത്യമായി എഴുതുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക സഹോദരങ്ങളെ. നമ്മുടെ ആളുകൾ ആരും എഴുന്നേൽക്കരുത്, എല്ലാവരും അവിടെ ഇരിക്കും സഹോദരങ്ങളെ. സർവ്വ സഹോദരങ്ങളും അവിടെ ഇരിക്കും സഹോദരങ്ങളെ. ഇതാ കേട്ടോളൂ, ശുഹദാക്കളിൽ 21 പേരുടെ യഥാർത്ഥ പേര് അക്കാലത്ത് ആർക്കും വ്യക്തമായി അറിഞ്ഞിരുന്നില്ല. നാട്ടുകാരനവർ പോക്കർ മൂപ്പന്റെ നേതൃത്വത്തിൽ പള്ളി നിർമ്മാണമെല്ലാം കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം പുത്തനങ്ങാടിയിൽ മുദരിസായി വന്ന തിരുപാണ്ടി, തിരൂര് കുഞ്ഞി ഫരീദ് മുസ്ലിയാർക്ക് സ്വപ്നത്തിലൂടെയാണത്രേ ശുഹദാക്കളുടെ പേരുകൾ അറിയാൻ സാധിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും സഹോദരങ്ങളെ. ഒന്നുമില്ല, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. മുജാഹിദുകൾ പ്രസംഗിക്കുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കുക, മുജാഹിദുകൾ പ്രസംഗിക്കുന്നിടത്ത് ബഹളം ഉണ്ടാക്കുക, മുജാഹിദുകൾ പ്രസംഗിക്കുന്നിടത്ത് കുഴപ്പമുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക. ഇതൊക്കെ എന്ത് മാന്യതയാണ് സഹോദരങ്ങളെ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഇരുന്ന് കേൾക്കും. ഞാൻ എന്തേ പറഞ്ഞുള്ളൂ? പുത്തനങ്ങാടി ശുഹദാക്കളുടെ പേരുകൾ ഇവിടെ ആർക്കാണ് കിട്ടിയത്? ശുഹദാക്കളുടെ പേരുകൾ ഫരീദ് മുസ്ലിയാർ എന്ന തിരൂർക്കാരൻ കുഞ്ഞി ഫരീദ് മുസ്ലിയാർക്ക് സ്വപ്നത്തിലാരോ പറഞ്ഞു കൊടുത്തതാണത്രേ. അങ്ങനെ സ്വപ്നമാണോ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലെ തെളിവ്? സ്വപ്നത്തിലൂടെ കിട്ടിയതാണോ ഇസ്ലാമിലെ ഒരു കാര്യത്തിന്റെ രേഖ? സ്വപ്നത്തിലൂടെ കിട്ടിയതാണോ നമുക്ക് ഇസ്ലാം ദീനിന്റെ കാര്യങ്ങൾ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങൾ, അതുപോലെ പ്രവാചകന്മാർ, അവരല്ലാത്ത മറ്റാരുടെ സ്വപ്നങ്ങളും പ്രിയമുള്ളവരെ ഇസ്ലാം ദീനിൽ തെളിവല്ല. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ ആരാണെന്ന് പോലും കൃത്യമായി അറിയാതെ പിൽക്കാലത്ത് കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും പ്രിയ സഹോദരങ്ങളെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ഈ ആളുകളെയാണ് സഹോദരങ്ങളെ കാര്യസാധ്യത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹളമുണ്ടാക്കുന്നവരവിടെ ബഹളമുണ്ടാക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കണം. ഒരൊറ്റ സഹോദരങ്ങളും സദസ്സിൽ നിന്ന് എഴുന്നേൽക്കരുത്. അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ അത് അവരെ ചീത്ത പറയുകയാണെന്ന് അവർക്ക് തോന്നുകയാണ്. ഞാനിവിടെ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല. എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. അതിൽ 1% ഒരു വാക്ക് പോലും ഒരാളെയും ചീത്തയില്ല. എന്നാൽ കാര്യം പറയുമ്പോൾ
അത് ചീത്തയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാനതിനുത്തരവാദിയല്ല. നിങ്ങൾക്ക് നാളെ പ്രസംഗമില്ലേ? നിങ്ങൾക്ക് മറുപടി പറഞ്ഞുകൂടെ? എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്നത്? എന്തിനാണ് ബഹളമുണ്ടാക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തെ നിയമപാലകന്മാരിൽ നിന്ന് മൈക്ക് പെർമിഷൻ എടുത്തുകൊണ്ട് ഉത്തരവാദപ്പെട്ടവരുടെ അനുവാദത്തോടെ ഇന്ത്യ രാജ്യത്ത് പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ളതുപോലെ മുജാഹിദുകൾക്കുമുണ്ട്. അതാണിവിടെ മാന്യമായി ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് പടച്ചറപ്പല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രങ്ങളായി മഖാമുകളും ദർഗകളും ജാറങ്ങളുമൊക്കെ മാറുന്നു. അത് ശരിയല്ല. ഇനി ശരിക്ക് ശ്രദ്ധിച്ചോ? അതെ, ശരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരന്മാരെ. അതെ, ഈ സമൂഹത്തിലതാ നിലവിളക്ക് കൊളുത്തുന്ന സമ്പ്രദായം ഖബറിങ്ങലതാ നിലവിളക്ക് കൊളുത്തിയിരുന്നു, ഇപ്പൊ എടുത്തു മാറ്റിനാ പറയുന്നത്. എന്താ സഹോദരന്മാരെ ഈ വിളക്ക് കൊളുത്തുന്നത്? എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്? ഖബറാളിയിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, ഖബറാളിയിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, മരണപ്പെട്ടു പോയ ആളുകളിൽ നിന്നതാ അവരിൽ നിന്ന് പ്രത്യേകമായ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അതേ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മക്ബറകളിൽ നടക്കുന്നു. ജാറം മൂടുന്നു, അതേ കെട്ടിപ്പടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ. ശരിക്കും നമ്മൾ ആലോചിക്കുക, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും അവരവരുടെ സദസ്സിലിരിക്കുക. അപ്പൊ സഹോദരങ്ങളെ, എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കുക. ഇതൊന്നൊരു പ്രശ്നമല്ല. ഈ വക രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ മുജാഹിദുകൾ എല്ലായിടത്തും കാണുന്നതാ. ഞങ്ങൾ ആദർശം പറയുമ്പോ പലർക്കും വലിയ വിഷയം, അല്ലെ? ഞങ്ങൾ ആദർശം പ്രസംഗിക്കുമ്പോ പലർക്കും വലിയ വിഷമം. ഞങ്ങൾ ഇവിടെ ആരെയും ഒരു നിലക്കുമുള്ള വാക്കുകളും ചീത്തയായ വാക്കുകൾ ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. ഞങ്ങൾ സത്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, മഖബറകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് അനുവാദം തന്നിട്ടുണ്ട്. പക്ഷേ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ, അവരെ വിളിച്ച് സങ്കടം പറയുവാനോ, അവരുടെ ഖബറുകളെ തൊട്ടുമുത്തുവാനോ, ആ ഖബറുകളെ അവിടെയുള്ള തുണികളെടുത്ത് മുത്തുവാനോ, ആ ഖബറുകളെ ചുംബിക്കുവാനോ, അവിടെ വിളക്ക് കൊളുത്തുവാനോ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. അങ്ങനെ ഒരു സമ്പ്രദായം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. മാത്രമല്ല, മഖ്ബറകളോടനുബന്ധിച്ചുകൊണ്ട് ചെണ്ടമുട്ടുന്നു, വാർത്തിമുട്ടുന്നു, കുഴൽ വിളിക്കുന്നു, കരിമരുന്ന് പൊട്ടിക്കുന്നു. അതെ, എന്തേ അതൊക്കെ? നിങ്ങൾ പറയാറില്ലേ ഞങ്ങളിവിടെ സുന്നത്ത് ജമാഅത്താണ്, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് ഇന്നുവരെ കണ്ണിമുറിയാത്ത പരമ്പരയിലുള്ള കാര്യങ്ങളല്ലാതെ ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറയുന്ന സഹോദരങ്ങളെ, ഈ പുത്തരങ്ങാടി പള്ളിയുടെ ശുഹദാക്കളുടെ മഖാമിന്റെ അടുത്ത് വെച്ച് പോലും വാർത്തിമുട്ടിയിരുന്നില്ലേ? ചെണ്ടമുട്ടുണ്ടായിരുന്നില്ലേ? കുഴൽവിളി നടത്തിയിരുന്നില്ലേ? കരിമരുന്ന് നടത്തിയിരുന്നില്ലേ? അതെ, ഇവിടത്തെ ഒരു മുദരിസ് വന്നിട്ടാണ് അത് നിർത്തലാക്കിയത് എന്ന് ഈ സൊവനീറിൽ എഴുതിയിട്ടില്ലേ? ചോദിക്കട്ടെ, അതൊക്കെ നിർത്തലാക്കിയെങ്കിൽ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് പിന്നെ ഇവിടെ തുടങ്ങിയത്? മുജാഹിദുകളാണോ തുടങ്ങിയത്? ആരാണ് ചെണ്ടമുട്ടി സിയാറത്തിന് വന്നത്? ആരാണ് കുഴൽ വിളിച്ച് സിയാറത്തിന് വന്നത്? ആരാണ് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ കരിമരുന്ന് പൊട്ടിച്ചത്? ഇടക്കാലത്ത് നിങ്ങളത് നിർത്തേണ്ടി വന്നു. അപ്പോൾ തുടങ്ങിയവരാളുണ്ടാവില്ലേ? ഇത് മുജാഹിദുകളാണോ തുടങ്ങിയത്? അതാണ് പറയുന്നത്. യഥാർത്ഥമായ പാരമ്പര്യത്തിൽ നിന്ന് പലപ്പോഴും നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിക്കണം. അതെ, ഈ ശുഹദാക്കളുടെ മഖ്ബറയുടെ സമീപത്തുള്ള ഒരു പ്ലാവിൽ നിന്ന് ഒരു സാധുവായ മനുഷ്യൻ വിശപ്പ് സഹിക്കാതെ ചക്ക കട്ടു എന്ന് ഈ സൊവനീറിലൊരു കഥയുണ്ട്. ശരിക്കും ചിന്തിച്ചോ? എന്നിട്ടോ അങ്ങനെ ചക്ക കട്ടപ്പോ ശുഹദാക്കൾക്കത് മനസ്സിലായി, ചക്കക്കള്ളൻ ചെന്ന് ചക്ക കെട്ടിരിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ ചക്കയും തലയിലേറ്റിയിട്ട് രാത്രി പള്ളിക്കാട്ടിൽ തന്നെ നിൽക്കുകയാണ്. സുബഹിയാവോളം അദ്ദേഹം അവിടെ നിൽക്കേണ്ടി വന്നു. കാലനങ്ങുന്നില്ല ഭൂമിയിൽ നിന്ന്, കാരണം ചക്ക കട്ടിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്താണ് സുബഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടി പള്ളിയിലെ മുക്രിക്ക വരുമ്പോ ഒരാൾ ചക്കയും ഏറ്റിയിട്ട് ഇരുട്ടത്തിങ്ങനെ നിൽക്കുകയാണ്. പോയി നോക്കുമ്പോ അയാൾക്ക് മനസ്സിലായി ഒരു പാവപ്പെട്ട നല്ലവനായ മനുഷ്യനാണ്. അയാൾ പറഞ്ഞു ഈ മുക്രിക്കാനോട്, മുക്രിക്ക എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം, കുട്ടികൾക്ക് വിശപ്പ് കൊണ്ട് ഞാനിവിടെ വന്നൊരു ചക്ക ഇടാൻ വന്നതാണ്, അതുകൊണ്ട് മാപ്പാക്കണം. അപ്പൊ മുക്രിക്ക ശുഹദാക്കളുടെ ഹദറത്തിൽ കയറിയിട്ട്
കയറിയിട്ട് സലാം പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു പോലും, ഓ ശുഹദാക്കളെ, അദ്ദേഹം വിശപ്പ് കൊണ്ട് പ്രയാസം കൊണ്ടൊരു ചക്ക കട്ടുപോയതാണ്, മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വ്യക്തിയുടെ തലയിൽ നിന്ന് ചക്ക മാറ്റിവെക്കാൻ കഴിഞ്ഞതും നടന്നു പോകാൻ കഴിഞ്ഞതും. ഞാൻ എന്തിനാ ഈ സംഭവം പറയുന്നത്? ഇത് നിങ്ങളുടെ സോവനീരിൽ നിങ്ങൾ എഴുതി വെച്ചതാണ്. അത് വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള എന്റെ സഹോദരന്മാരോട് ചോദിക്കട്ടെ, ശുഹദാക്കളുടെ മഖാമിന്റെ പരിസരത്ത് നിന്ന് ഒരു പ്ലാവിൽ നിന്ന് ചക്ക കട്ടപ്പോൾ ആ ചക്കകട്ട സാധുവായ മനുഷ്യനെ പിടിച്ചു നിർത്താൻ ശുഹദാക്കൾ ശ്രമിച്ചു എങ്കിൽ അതിന്റെ പരിസരത്ത് വർഷങ്ങളോളം ഈ പുത്തനങ്ങാടി പള്ളിയുടെ പരിസരത്ത് എന്റെ ചെറുപ്പത്തിൽ ഞാനടക്കമുള്ളവർ കണ്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ പരിസരത്ത് വന്നിട്ട് ചെണ്ടമുട്ടുകയും കുഴൽ വിളിക്കുകയും കരിമരുന്ന് പ്രയോഗവും നടത്തിയിട്ട് എന്റെ ശുഹദാക്കൾ അത് അംഗീകരിച്ചോ? ശുഹദാക്കൾ അതിന്റെ ആളുകളായിരുന്നോ? എന്തുകൊണ്ട് അവര് അതിനെ എതിർത്തിട്ടില്ല? ചക്കകട്ടു, വിഷമം സഹിക്കാതെ, വിശപ്പ് സഹിക്കാതെ ഒരു മനുഷ്യൻ ചക്കകട്ടപ്പോൾ അയാളെ പിടിച്ചു നിർത്തിയെങ്കിൽ ഇവിടെ കരിമരുന്ന് പൊട്ടിച്ച, ഇവിടെയുള്ള ചെണ്ടമുട്ടിയ, ഇവിടെ കുഴലൂതിയ ആളുകളോട് ഇത് ഹറാമാണ്, ഇത് പാടില്ലെന്ന് പറയാൻ അന്ന് ശുഹദാക്കൾ തയ്യാറായില്ല എങ്കിൽ ആ ശുഹദാക്കൾക്ക് ചെണ്ടമുട്ടും കരിമരുന്നും കുഴൽ വിളിയും ഇഷ്ടമായിരുന്നുവോ ഇല്ലേ? നിങ്ങൾ ജനങ്ങളോട് നാളെ പറയണം. ഇതൊക്കെയാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോ അതെ നിങ്ങൾക്ക് ചൊടിക്കുന്നുവല്ലേ, നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നുവല്ലേ? വേണ്ട, ഇത് ദീനാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെണ്ടമുട്ടാനും കരിമരുന്ന് പൊട്ടിക്കാനും മഖ്ബറകളോടനുബന്ധിച്ച് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ പല ഖാദിമാരും, അതെ നിങ്ങളുടെ പല വലിയ നേതാക്കന്മാർ പോലും അതെ ഫത്വകൾ കൊടുത്തിട്ടുണ്ട്. ചെണ്ടമുട്ടാം, കുഴൽ വിളിക്കാം, കരിമരുന്ന് പൊട്ടിക്കാം. പിന്നെ എന്തിനാണ് ബഹുമാന്യനായ പുത്തനങ്ങാടിയിലെ മുദരിസ് വന്ന് ഇതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞത്? ആലോചിക്കണം. അതാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. മുജാഹിദുകളുടെ പ്രബോധനം കാരണത്താൽ ജനങ്ങൾക്ക് എത്ര വെറുപ്പ് തോന്നിയാലും കാലക്രമേണ അവർ ഈ സത്യം അംഗീകരിക്കേണ്ടി വരുന്നു. അതിനുള്ള ഒരു സാമ്പിൾ ഈ പുത്തനങ്ങാടിയിൽ നടന്നതാണ്. ഈ പുത്തനങ്ങാടിയിലെയും പരിസരത്തെയും എന്റെ സഹോദരങ്ങളെ എന്റെ ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അപ്പോൾ ഇതാണ് കാര്യമെങ്കിൽ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. ആരാ പിന്നെ ഈ വിളക്ക് വെച്ചത്? വിളക്ക് കൊളുത്തൽ പുണ്യകർമ്മമാണ് എന്ന് ഒരിടത്ത് എഴുതി വെക്കുക. മഹാന്മാരുടെ മക്ബറയിൽ വിളക്ക് കത്തിക്കൽ പുണ്യകർമ്മമാണ്, അതുകൊണ്ടത് നേർച്ചയാക്കാം എന്ന് വരെ ഒരിടത്ത് എഴുതി വെക്കുക. ഒരിടത്ത് പറയാ അത് അനാവശ്യമാണ്, അത് കറാഹത്താണ്. ഇപ്പൊ പുത്തനങ്ങാടി പള്ളിയിൽ നിന്ന് നിലവിളക്കുകൾ മാറ്റി എന്ന് കേൾക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ എന്തായി, ഇല്ലെങ്കിൽ എന്തായി? ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. മഖ്ബറയിൽ വെച്ച് അതെ അവിടെ വരുന്ന ആളുകളാവട്ടെ, അതിന് സേവനം ചെയ്യുന്നവരാകട്ടെ, ഏതെങ്കിലും ഒരു ഖബറിന്റെ സമീപത്ത് വിളക്ക് കൊളുത്തുന്ന സമ്പ്രദായം ഇസ്ലാമല്ല. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ വിളക്ക് കൊളുത്തുന്നു, ജാറം മുത്തുന്നു, അവിടെ പട്ടുമോടുന്നു, അവരെ വിളിച്ചു തേടുന്നു, സങ്കടം പറയുന്നു, അവിടെ നിന്നുകൊണ്ട് അവരോട് എല്ലാവിധത്തിലുള്ള അവലാദികളും ബോധിപ്പിക്കുന്നു. ഇസ്ലാമാണോ? ശാന്തമായി ചിന്തിക്കൂ. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ആചാരം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ ഖബർ സിയാറത്ത് എന്ന് പറയുന്ന ഈ ആചാരം ഒരുപാട് വിദഗ്ധകളും ഒരുപാട് ശിർക്കൻ പ്രവർത്തനങ്ങളും കൊണ്ട് അതിനെയാകെ തകിടം മറിച്ചു എന്ന് ഈ സമൂഹത്തിന്റെ ചെയ്തികളെ ഉദാഹരണമായി എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചത്. ഇനി സഹോദരന്മാരെ, പല ആളുകളും അതാ ഖബറിൽ പോയിട്ട് ബറക്കത്തിന് വേണ്ടി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരോട് സങ്കടം പറയുന്നു, അവരെ വിളിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾക്കും നിങ്ങളാണ് ഞങ്ങൾക്കുള്ള രക്ഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദിക്കട്ടെ, സ്വഹാബത്തിന്റെ പാരമ്പര്യം പറയുന്ന മുസ്ലിയാക്കളെ, ഇമാമീങ്ങളുടെ പാരമ്പര്യം പറയുന്ന മുസ്ലിയാക്കളെ, ഏത് സ്വഹാബിയാണ് ഖബറിൽ വിളക്ക് കൊളുത്തിയത്? ഏത് നബിയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏത് പ്രവാചകനാണ് ഖബർ വസ്ത്രം കൊണ്ട് മൂടിയത്? ഏത് നബിയാണ് ഖബറുകൾ കെട്ടിപ്പടുത്തത്? ഒരു മുസ്ലിമിന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണിരപ്പുറം ഉയർത്താൻ പാടില്ല. ഔലിയാക്കളുടെ ഖബറാണെങ്കിലും അമ്പിയാക്കളുടെ ഖബറാണെങ്കിലും ശുഹദാക്കളുടെ ഖബറാണെങ്കിലും
സാലിഹീങ്ങളുടെ ഖബറാണെങ്കിലും ആരുടെ ഖബറാണെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ഖബർ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഈ മൂന്ന് ഖബറുകളും അതാ മദീനയിൽ കണ്ടവരായ അതേ മുൻഗാമികളായ മഹാന്മാരായ സ്വഹാബാക്കളും താബീങ്ങളും ആ സ്വഹാബത്തും താബീങ്ങളുമൊക്കെ നബി തങ്ങളുടെ ഖബർ കണ്ടവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ടവരാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ടവരാണ്. ആ ഖബറുകളൊന്നും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തിയിട്ടില്ല. അത് കണ്ട സഹാബിമാരാ പറയുന്നത്. അത് കാണാത്ത പല ആളുകളും അതാ നബി തങ്ങളുടെ ഖബറാണെന്നും പറഞ്ഞുകൊണ്ട് അതേ കെട്ടി ഉയർത്തപ്പെട്ടവർ ഖബറിന്റെ ഫോട്ടോ വീടുകളിൽ തൂക്കുന്നുണ്ട്. ഇസ്ലാമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് പുണ്യമുള്ള രൂപമെന്ന് മുസ്ലിയാക്കളതാ ഖണ്ഡന പ്രസംഗങ്ങളിൽ വരെ സമ്മതിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എങ്കിലതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഖബർ കെട്ടിപ്പടുക്കലും അതിന്മേൽ കുമ്മായമിടലും അതിന്മേൽ പട്ടമോടലും അവിടെ വിളക്ക് കൊളുത്തലും അതിന്മേൽ ചുംബിക്കലും അതേ മുത്തലും തടവലുമൊക്കെ ആരുടെ ആചാരമാ മുസ്ലിമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്ത് പോകുമ്പോൾ പോലും പണ്ഡിതന്മാർ മര്യാദ പറഞ്ഞത് ആ ഖബർ കാണാൻ ഇന്ന് നമുക്ക് കഴിയില്ലല്ലോ. ആ ഖബറുള്ള റൂമിന്റെ ആ ഗ്രിൽസുകളിൽ തൊടാൻ പാടില്ല, അവിടെ ചുംബിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ പോലും പാടില്ലെങ്കിൽ അതേ ആരുടെ ഖബറാണെങ്കിലും ഒരു ഖബറിനെയും ചുംബിച്ചുകൂടാ, ഒരു ഖബറിനെയും മുത്തിക്കൂടാ, ഒരു ഖബറിനേലും മൂടിക്കൂടാ. ഇതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവരെ നിങ്ങളെന്തേ ചാറം കെട്ടിപ്പൊക്കുന്നത്? നിങ്ങളെന്തേ കുമ്മായമടിക്കുന്നത്? നിങ്ങളെന്തേ പെയിന്റ് അടിക്കുന്നത്? നിങ്ങളെന്തേ വിളക്ക് കൊളുത്തുന്നത്? നിങ്ങളെന്തേ അവിടെ ഇങ്ങനെ എല്ലാ രൂപത്തിലുള്ള വിദഗ്ധായ കാര്യങ്ങളും പുറമേ അവരെ വിളിച്ചുകൊണ്ട് അവലാതി പറയുകയും അവരോട് തേടുകയും അവരോട് സങ്കടം പറയുകയും അവരുടെ പേരിൽ സത്യം ചെയ്യുകയും അവർക്ക് വേണ്ടിയതാ അതേ ആട്ടിനേർച്ചയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തിന്റെ മറവിൽ അനിസ്ലാമിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് പാടില്ല എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദുകൾ പറയുമ്പോൾ സഹിക്കാതായി പോയോ? ഇതെന്തൊരു കഷ്ടമാണ്. അല്ലാഹുവിന്റെ ദീന് നിങ്ങൾക്ക് കേൾക്കാനാകുന്നില്ല അല്ലേ? പക്ഷേ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഇനിയും കേട്ടോ സഹോദരന്മാരെ, ഔലിയാക്കന്മാരെ പറ്റി എന്താ ഇനി ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ സുന്നത്ത് ജമാഅത്തുകാരാണെന്ന് പറയുന്ന കക്ഷികൾ ഔലിയാക്കന്മാരെ, മുജാഹിദുകൾ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നു എന്നല്ലേ പറയുന്നത്? ഒരൊറ്റ ശരിയായ രൂപത്തിലുള്ള ഔലിയാക്കളും ലോകത്തില്ല എന്ന് മുജാഹിദുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇനിയും പറയുകയുമില്ല. പക്ഷേ നിങ്ങൾ അതാ ജനങ്ങളോട് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞിട്ട് ചില ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ഔലിയാക്കന്മാരെ പറ്റി നിങ്ങൾ പറയുന്നത്? ഖുർആൻ പറഞ്ഞതല്ല, ഹദീസ് പറഞ്ഞതല്ല. ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ട്, അവർക്ക് ഭയമില്ല, ദുഃഖമില്ല, അവർ ശരിയായ ഈമാനുള്ളവരാണ്, അവർ തെറ്റുകൾ ചെയ്യാത്തവരാണ്. അതല്ലേ പടച്ച റബ്ബ് പറയുന്നത്. എന്നാലോ സുന്നത്ത് ജമാഅത്തുകാരാണെന്ന് പറയുന്ന കക്ഷികളിതാ
ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവർ നിസ്കരിക്കുന്നത് കാണുന്നില്ല. മമ്പുറത്തെ തങ്ങളെപ്പറ്റി, അതേ സാക്ഷാൽ മമ്പുറത്തെ തങ്ങളെപ്പറ്റി ഞങ്ങളല്ലല്ലോ എഴുതിയത്. മമ്പുറത്തെ തങ്ങൾ ജുമാക്ക് പങ്കെടുക്കൂല പോലും. എനിക്കേട്ടോ മമ്പുറത്തെ തങ്ങൾ ജുമാക്ക് പങ്കെടുക്കൂല എന്ന് എഴുതിയത് ഞങ്ങളല്ല. എന്നിട്ടതിന്റെ ന്യായം പറയുന്നത് കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചോ. അതെ, തിരൂരങ്ങാടി പള്ളിയിലെ മുഅദ്ദിന് തങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് കൂടാതെ എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന സംശയം തോന്നി. എന്താ ഉണ്ടായത്? തിരൂരങ്ങാടി പള്ളിയിലെ മുക്രിക്കാക്ക് ഒരു പരാതി, മമ്പർത്ത തങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുക്കാതെ എവിടേക്കോ പോകുന്നുണ്ട് എന്നൊരു ഡൗട്ട് പള്ളിയിലെ മുക്രിക്കാക്ക്. ശരിക്ക് കേട്ടോ, ബഹളം ഉണ്ടായാത് കേൾക്കൂല. ബഹളമില്ലാതെ സഹോദര കേൾക്ക്. ഒരു ചീത്തയല്ല ഈ പറയുന്നത്. നിങ്ങൾ പച്ച മലയാളത്തിൽ എഴുതിയത് എന്റെ കയ്യിലുണ്ട്. ആ പച്ച മലയാളത്തിൽ എഴുതിയതാ വായിക്കുന്നത്. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാര്, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരും രണ്ടും രണ്ടാണ്. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാര് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങള് മാനദണ്ഡമാക്കിയിട്ടല്ല നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വായിക്കാണ്. തിരുവങ്ങാടി പള്ളിയിലെ മുക്രിക്ക് ഒരു പരാതി, മമ്പർത്ത തങ്ങൾ ജുമാക്ക് പോകാതെ വേറെ എവിടേക്കോ പോകുന്നു. അതുവരെ പള്ളിയിലുണ്ടാകുന്ന തങ്ങൾ ജുമായുടെ സമയത്ത് എങ്ങോട്ടോ പോകും. മുഅദ്ദിന് ഇങ്ങനെ സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ മുഅദ്ദിനോട് പറഞ്ഞു, നമുക്ക് അക്കരയൊന്ന് പോയി വരാം. ശരിക്ക് കേട്ടോ, മമ്പർത്ത തങ്ങൾക്ക് മനസ്സിലായി പള്ളിയിലെ മുക്രിക്കാക്ക് ഞാൻ ജുമാക്ക് പങ്കെടുക്കൂല എന്നൊരു ഡൗട്ടുണ്ട്. എന്നാൽ അയാൾക്കതൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് മമ്പർത്ത പാപ്പ തീരുമാനിച്ചു പോലും. അങ്ങനെ മമ്പർത്ത തങ്ങൾ പാപ്പ വെള്ളിയാഴ്ച യഥാ ബാങ്ക് കൊടുക്കേണ്ട സമയമായപ്പോൾ മുഅദ്ദിനോട് പറഞ്ഞു, വരൂ നമുക്കൊന്ന് അക്കരെ പോയി വരാം. അങ്ങനെ മുഅദ്ദിനെയും കൂട്ടി തങ്ങൾ പുറപ്പെട്ടു. രണ്ടുപേരും പോകാനൊരുങ്ങി. പുഴക്കരയിലെത്തിയപ്പോൾ അക്കരെ കിടക്കാൻ ഒറ്റ തോണിയുമില്ല. ശരിക്കും ശ്രദ്ധിച്ചോ, മമ്പർത്ത തങ്ങൾക്കും മുഅദ്ദിനും അക്കരെ കിടക്കാൻ ഒറ്റ തോണിയില്ല. പുഴക്കരയിലെത്തിയപ്പോൾ അക്കരെ കിടക്കാൻ ഒറ്റ തോണിയുമില്ല. അതേ, വിഷമിക്കേണ്ട തങ്ങൾ പറഞ്ഞു. വിഷമിച്ചു നിൽക്കുന്ന മുഅദ്ദിനോട് തങ്ങൾ പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾ എന്റെ കൈ പിടിക്കുക, നമുക്കൊരുമിച്ച് മുങ്ങാം. മുഅദ്ദിനിന്റെ കൈ പിടിച്ച് മമ്പർത്തപ്പാപ്പയതാ മമ്പുറം കടവിൽ മുങ്ങുന്നു. മുങ്ങിയാ പിന്നെ പൊങ്ങണ്ടേ, അക്കരെ എത്തിക്കൊള്ളും. അവര് മുങ്ങി. അല്പസമയത്തിന് ശേഷം പൊങ്ങി. പക്ഷേ പൊങ്ങിയത് മമ്പുറത്തായിരുന്നില്ല. പൊങ്ങിയത് മമ്പുറത്തായിരുന്നില്ല, ഏതോ അപരിചിത സ്ഥലത്ത്. മുഅദ്ദിൻ ആകെ അത്ഭുതപ്പെട്ടു. തങ്ങൾ അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുപോയി. അവിടെ അപരിചിതർ മാത്രം നമസ്കാരാനന്തരം ഇതുപോലെ തിരിച്ചു പോരുകയും ചെയ്തു. നിസ്കരിച്ച പള്ളി ഹറമിലെ പള്ളിയാണെന്ന് മുഅദ്ദിൻ തിരിച്ചറിഞ്ഞത്